ഇപ്പോൾ ഒരു 10 ലക്ഷം 20 ലക്ഷം 10,000 ഇതൊന്നും എനിക്ക് ഇടാൻ പറ്റില്ല. കാരണം അതിലൊക്കെ അപ്പുറത്താണ് ആ 3 ജീവൻ എന്ന് പറയുന്നത്. ആ 3 ജീവനും മരണം കണ്ടിരുന്ന ജീവിതങ്ങളാണ്. അപ്പം 3 പേരും ഒരുമിച്ച് പോവാന്ന് പറയുമ്പോൾ അറിയാലോ എങ്ങനെയാണെന്ന്. ആ 3 ജീവനും ഇന്ന് നന്നായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. അപ്പം അതിലെനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷമുണ്ട്. ദൈവത്തിന്റെ കയ്യൊപ്പ് എന്നൊക്കെ പറഞ്ഞ വെറുതെ അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് സംഭവിക്കാതിരിക്കട്ടെ, അന്ന് ആ പ്രൊഡക്റ്റ് കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്താവും ശ്രീനിജിയുടെ ഇന്ന് ആ മകന്റെ മുഖം കാണുമ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാവില്ലായിരുന്നു. അന്ന് ആ പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ ഇന്ന് ഞാനും ഉണ്ടാവില്ലായിരുന്നു. കാരണം വെച്ചാൽ അവിടെ എനിക്ക് കുട്ടി നഷ്ടപ്പെടുകയാണ്. കുട്ടി നഷ്ടപ്പെട്ട് കഴിഞ്ഞ് പിന്നെ എനിക്കൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ ചിലപ്പോൾ ഞാനും ഒരു തീരുമാനം എടുത്തിരിക്കും. എൻ്റെ ലൈഫ് തന്നെ അവിടെ തീർന്നു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് എനിക്ക് കയറാൻ പറ്റിയത് ആ പ്രോഡക്റ്റ് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. ഇത്രയ്ക്കും ദുഃഖം ഉള്ളിൽ ഒളിപ്പിച്ച് നടക്കുന്ന ഒരു ധീര വനിതയാണെന്ന് ഒരിക്കലും തോന്നിയിരുന്നില്ല. പലപ്പോഴും അവിടെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ കൂടെ നിങ്ങൾ ഭയങ്കര ബോൾഡായിട്ട് നിൽക്കുന്നു. പക്ഷെ ഇത്രയ്ക്കും വലിയൊരു ദുരന്തകഥ എന്നൊക്കെ പറയും ബാക്കിലുണ്ടായിരുന്ന ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ. എന്തായാലും ഇത് അല്ലെ ഒരുപാട് പേരോട് ശ്രീജിനി പറയണം. തീർച്ചയായിട്ടും. കാരണം ഇത് നമുക്ക് ഇത്ര റിസൾട്ട് കിട്ടിയ സംഭവം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാവും. ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതും ഇന്നിങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. ഇനി ശ്രീനിജയുടെ ബാക്കിയുള്ള അല്ലെ ഇനിയുള്ള ഈ ജീവിതം അല്ലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം വീശാനായിട്ട് ശ്രീനിജയുടെ എക്സ്പീരിയൻസ് ഒരുപാട് ഒരു ഉപകാരപ്രദമാവുന്ന രീതിയിലാവട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ശ്രീനിജ പറഞ്ഞു ഓൾറെഡി നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് അർത്ഥമാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ പഞ്ചമഹാഭൂതങ്ങളാൽ നിർമ്മിതമാണെന്ന് പറയുമ്പോൾ അല്ലെ ഇവിടെ സംഭവിച്ചിട്ടുള്ള ഇത് തന്നെയല്ലേ അല്ലെ? ഈ ഒരു മാഗ്നറ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ കണക്റ്റഡ് വിത്ത് ഇത് തന്നെയല്ലേ? എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയില്ല. എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുന്നത്? വായു, ജലം അങ്ങനെ ഇത് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ഈ പഞ്ചമഹാഭൂതം, അതായത്